ഹലോ ഗേയ്സ്, റൂംമേറ്റ് ഫൈസൽ നാട്ടിൽ പോകുന്ന വിശേഷമാണ് ഈ വീഡിയോയിലുള്ളത്. ഫൈസൽ എന്നോട് ചോദിച്ചു നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വൈഫ് ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും ഫൈസലും കൂടി ഷഹാമയിലെ ഇർഫാൻ്റെ കടയിൽ പോയി ഫോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഐഫോണും ഉമ്മയ്ക്കൊരു സാംസങ് ഫോണും വാങ്ങി. അങ്ങനെ ഫോണെല്ലാം റെഡിയായതിനു ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു ഷാബയിലെ റൂമിലേക്ക്. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്നാക്ക് പാലസ് എന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ വൈകുന്നേരമായതിനാൽ ഒരുപാട് എണ്ണപ്പലഹാരങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നു. ഞങ്ങൾ എണ്ണപ്പലഹാരം ഒന്നും കഴിച്ചില്ല. ഞങ്ങൾക്ക് വിശപ്പ് കൂടിയത് കൊണ്ട് ഞങ്ങൾ നേരെ നെയ്പ്പത്തിനെയും ബീഫ് കറിയും കഴിച്ചു. അതിമനോഹരമായിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് കഴിച്ചതിന് ശേഷം റൂമിൽ എല്ലാവരും ഫൈസൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഷുഹൈബിന്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥന നടത്തി. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم ربنا هب لنا وازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. بسم الله توكلت على الله ولا حول ولا قوة الا بالله العلي العظيم. اللهم اني اسالك في سفرنا هذا البر والتقوى من العمل ما ترضى وترضى وتقوى يا رب العالمين. اللهم ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين والحمد لله رب العالمين. اللهم صل على محمد يا رب صل عليه وسلم. അങ്ങനെ അവസാനമായി ഷുഹൈബ് ഒന്നും കൂടി ലഗേജ് ചെക്ക് ചെയ്തു. അങ്ങനെ ഫൈസൽ ഞങ്ങളെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഷുക്കൂർ ഒറ്റ കൈ കൊണ്ട് 30 കിലോ ലഗേജും കൊണ്ട് ഓടുകയാണ്. ഏറ്റവും കൂടുതൽ വിഷമം അഷ്റഫിനാണ് ഫൈസൽ പോകുന്നതുകൊണ്ട്. അങ്ങനെ ലഗേജും കൊണ്ട് ലിഫ്റ്റിൽ കയറി. ആ സമയത്ത് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി താഴെ പോയി ഇരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ വന്നു. ഞങ്ങൾ നേരെ എത്തി അബുദാബി എയർപോർട്ടിലെത്തി. അവിടെ ഇറങ്ങിയ ഉടനെ ഷുക്കൂർ ലഗേജുകൾ സെറ്റാക്കുകയാണ് ട്രോളിയിൽ. അങ്ങനെ ഫൈസൽ ഞങ്ങളോട് അവസാനമായി ഞങ്ങളോട് എല്ലാവരോടും യാത്ര പറഞ്ഞു ഫൈസൽ പോവുകയാണ്. ഫൈസൽ ഗുഡ് ബൈ. അങ്ങനെ ഫൈസലിനെ യാത്ര അയച്ച് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി വീണ്ടും റൂമിലേക്ക് യാത്ര ചെയ്യാണ്, മനസ്സിലൊരു വിങ്ങലുമായി. അങ്ങനെ പുതിയ വീഡിയോയുമായി വീണ്ടും വരും. ഗുഡ് ബൈ.